Hi, hello and welcome back to our channel, My Cooking Stories. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഡിന്നറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ പ്രത്യേകിച്ച് ചപ്പാത്തിൻ്റെയും ചോറിൻ്റെയും കൂടിയൊക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു പനീർ വരട്ടിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതിലെങ്ങനെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വരുന്നതെന്ന്. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലും യൂസ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് 2 വലിയ സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് പെട്ടെന്നൊന്ന് വാടി വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് സവോള ഒന്ന് കളർ മാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്ത ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്യാം. ഇനി കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, ഞാനിവിടെ കശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തത്. അതുപോലെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ പൊടികളിലൊക്കെ ഒരു റോസ് സ്മെല്ല് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ ഞാനെടുത്ത പനീർ ഒരു 200 ഗ്രാം ഒക്കെ വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ പനീർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ ആഡ് ചെയ്യുന്നത് കാഷ്യൂ പേസ്റ്റ് ആണ്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ കാഷ്യൂ പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. അത് കാഷ്യൂസ് കുറച്ച് നേരം വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്കിത് ഒന്ന് തുറന്നു നോക്കാം. നമ്മുടെ പനീർ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലിട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. പനീറിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരുപാട് ഗുണങ്ങളുള്ളതാണ് പനീറിൽ. പ്രോട്ടീൻ റിച്ചാണ്, അതുപോലെ ഒരുപാട് കാൽഷ്യം ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ പനീർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്സ് എല്ലാം കമൻറ്റ് ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.